ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് FC മൊബൈൽ. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ കിടക്കാം. കമോൺ. അപ്പം നമ്മുടെ ഈ FC മൊബൈലിലൊരു വേർഡ്സ് ഗെയിം ഉണ്ടായിരുന്നു. അപ്പം അതാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് സ്പെയിനിനെ രണ്ടാമത്തെ വേൾഡ് കപ്പ് ജയിക്കാനാണ് സഹായിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ സ്പെയിനായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഞാൻ ഏത് യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ബിഗിനർ തന്നെ ചൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ. സ്പെയിൻ വേഴ്സസ് ക്രൊയേഷ്യ ആണോ? സ്പെയിൻ വേഴ്സസ് ക്രൊയേഷ്യ എന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മെനു. അപ്പം നമുക്ക് കളിച്ചു തുടങ്ങാം. വേൾഡ്സ് ഗെയിം ഇതാണ്. അപ്പോൾ സ്പെയിനിൻ്റെ സ്ക്വാഡ്. പ്ലേ റൗണ്ട് ഓഫ് 16 ആണ്. ഓക്കെ, നമുക്ക് ഈ കളി ജയിക്കണം. സ്പെയിൻ ഓൾറെഡി ഒരു വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തൊരു വേൾഡ് കപ്പും കൂടെ ജയിപ്പിക്കാം. ഓക്കെ, കളി സ്റ്റാർട്ടായിട്ടോ. ഇപ്പം നമ്മുടെ ചാനലിൽ കാണുന്ന കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലമിൻ ജമാൽ എന്തായാലും വളയുന്നത് പറയാനില്ല. യമാലിൻ്റെ ഒരു നല്ല ഗോളായിരുന്നു കേട്ടോ. പുള്ളിക്ക് ഭയങ്കര സ്പീഡ് കയറി ഓടിയൊന്നു. ചെടി ബിഗിനർ ആയതുകൊണ്ടാണോ? ഭയങ്കര ഈസി ആണല്ലോ. ഞാൻ ഇച്ചിയും കൂടെ ഹാർഡാക്കാം. ലൂക്കാ മോഡ്രിക്കൊക്കെ അത് സേവ് ആയിരുന്നു. ഞാൻ രണ്ടാമത്തെ ഗോൾ അടിക്കാൻ വേണ്ടി നോക്കിയതാ. നീക്കോ വില്യംസിന് പാസ് കൊടുക്കാം. ബോക്സിന് പുറത്തുനിന്ന് ഷൂട്ട് അടിക്കാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ ഗോൾ അറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത ഏത് ഗെയിം കളിക്കാമെന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ഗോള് പുറത്തോട്ടേ കൊണ്ടുപോയത്. അടുത്ത ഗോള്, സ്പെയിൻ്റെ രണ്ടാമത്തെ ഗോള്. സൂപ്പർ. ഹാഫ് ടൈമിന് മുമ്പാണ് 2 ഗോൾ നമ്മൾ അടിച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഞാൻ വേണമെങ്കിൽ മറ്റേ FC മൊബൈലിൻ്റെ വീഡിയോസ് ഇനി ഇടാം. ഓക്കെ. അവന്മാർ ഇപ്പോൾ ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. താങ്ക്സ്. ജസ്റ്റ് യൂസ് ചെയ്യുന്നു കേട്ടോ. അവരങ്ങനെ വെച്ച് കളിച്ചോണ്ട് പോയി. യമാലിൻ്റെ ഫസ്റ്റ് ടൈം ഷൂട്ട്. ഗോൾ. ഓഫ് സൈഡ് ആയിരുന്നോടാ അത്. പിന്നെ ഞങ്ങൾ FC മൊബൈലിൽ കളിക്കുന്ന ഒരാൾ ഈ വേർഡ്സ് ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോക്കോ. ബോള് ഇങ്ങനെ പോട്ടെ അത്രേ ഉള്ളൂ. കുബാർസി. അയ്യോ, എങ്ങോട്ടാണ് ഞാൻ പാസ് കൊടുക്കണേ? ബോൾ എടുത്തു, ത്രൂ കൊടുത്തു. ഫസ്റ്റ് ടൈം ഷൂട്ട്. അടുത്ത സേവ്. ഹാഫ് ടൈം ആവാറായി. ഫെർമിൻ. ഗുഡ് സേവ്. ഓക്കെ, കിക്ക് ഓഫ്. ഹാഫ് ടൈം കഴിഞ്ഞു. വാ ബോളർക്ക് ആരെങ്കിലും വാടാ.
ഇവന്മാരും ബോളെടുക്കാൻ വല്ലാത്ത രസം. സൈക്ക് സൈക്ക് ശേ. ഒമ്പോ ശരി അങ്ങോട്ടാ ടാക്കിൾ ചെയ്തിട്ട് ഇവന്മാരൊന്നും വീഴുന്നില്ല. അടി ക്രൊയേഷ്യൻ്റെ പ്ലെയർ യമാലിന് എന്നെ പാസ് ഒന്നുകൂടാ. ഞാൻ ഗോൾ ഫെർമിന് വിട്ട് കൊടുത്തിരിക്കണം. ബോൾ ഷോട്ട് അടിക്കണം, അല്ലാണ്ട് ഗോൾ അപ്പുറത്തെ ടീമിൻ്റെ ഗോൾ കീപ്പറിനല്ലേ പാസ് കൊടുക്കണ്ടേ. ഇവൻ വേറെ ടീമാണെന്നാ തോന്നേ. സോറി. ക്രൊയേഷ്യൻ്റെ കാലിൽ ബോളെത്തുമ്പോൾ ഞാൻ ജോൺസിനെയോ എല്ലാത്തെയും വന്നിട്ട് ഞാൻ ടാക്കിൾ ചെയ്യും. ഓ ഇതാരാ ഇറങ്ങണേ? ഡാനിയോൾമ ഇറങ്ങിയ തോന്നുന്നു. ഇതെന്താ ചുമ്മാ ബാക്കി തീ കത്തണേ. അവളുടെ കാലിൽ ബോള്. പക്ഷേ അവിടെ കാലിൽ ബോൾ കിട്ടിയ ഞാൻ ജോൺസിന ആ യസബാലിന് പകരം ഫെറാൻ ടോറസിനെ കിട്ടുമ്പോൾ അവിടെ പക്ഷേ ജോൺസിനെ അവൻ നോക്കിയതാ. പെഡ്രി ഓഫ് സൈഡാ. ഫെറാൻ ടോറസ് കയറി. അവൻ്റെ കാലിൽ ബോൾ തൊടണമെങ്കിൽ അതുപോലെ ആ ഗോൾ കീപ്പറിന് സേവ് ചെയ്യാൻ പറ്റിയില്ല. അവന്മാരുടെ കാലിൽ ബോൾ കിട്ടി. സ്മാഷ് ഫ്രീ കിക്കടാ. ഞാൻ ഒരു നിമിഷം അറിയാണ്ട് ജോൺസിനെ ആയിപ്പോയി. ഓഫ് നല്ല സേവ്. ആ ഫുൾ ടൈം ആയടാ. ലെറ്റ്സ് ഗോ. ഗോൾ കീപ്പർ പോസ്റ്റിനകത്തോട്ട് ഓടിപ്പോയി. പേടിച്ചിട്ടാണോ തോന്നുന്നത്. അങ്ങനെ ഫസ്റ്റ് ഗെയിം ഞാൻ ക്രൊയേഷ്യനെ തകർത്തു. ഔച്ച്. ജോൺസിനെ പോലെ. അപ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ച് യമാലാണ്. 1 goal 1 assist. ഇപ്പോൾ രണ്ടാമത്തെ ഗോൾ ആരായിരുന്നു അടിച്ചത് ആർക്കറിയാം. എടാ നെതർലാൻഡ്സ് അർജൻറ്റീനയെ തോപ്പിച്ചോടാ 1-0. ഇറ്റലി ഇംഗ്ലണ്ടിനെ തോപ്പിച്ചു. പോർച്ചുഗലും ഇതേതാ ടീം? ടർക്കിയോ? എന്നാൽ ആ ടീം പോർച്ചുഗലിനെ തോപ്പിച്ചു. സെനഗലും സെനഗലിനെ കൊളംബിയ തോപ്പിച്ചു. ബെൽജിയം ബ്രസീലും 4-0 തോപ്പിച്ചു. ഫ്രാൻസും ജർമ്മനി ജയിച്ചു. ഫ്രാൻസ് പുറത്തായി. ഉറുഗ്വായും മൊറോക്കോ ജയിച്ചു. ഇനി അടുത്ത കളി സ്പെയിനും മൊറോക്കോയും കളിക്കാല്ലേ. ക്വാർട്ടർ ഫൈനലാണിത്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ചിലപ്പോൾ ഇനി അവളുടെ അല്ലെങ്കിൽ ബോൾ കിട്ടിയാൽ ജോൺസിനെ ആയിപ്പോവും. മൊറോക്കോ ബോക്സിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് ഗോൾ അടിക്കാം. വേണ്ട, ഗോൾ അടിക്കാൻ പറ്റിയില്ല. നമ്മളെ കൊണ്ട് അത് പറ്റില്ല. ഫെർമിൻ, യമാൽ, പെഡ്രി, ഒയ്സബാൽ, ഫെർമിൻ എടാ ഓഫ് സൈഡായിരുന്നു കൂടാ അത്. എടാ അവർ ബോൾ ടച്ചിടും, കയറി ടാക്കിൾ ചെയ്യണം. അവരുടെ കാലിൽ ബോൾ ഇട്ട് കിട്ടിയാൽ അറിയാലോ. ഞാൻ ഗോൾ കീപ്പറിനെ ഇറക്കി കളിക്കോളാ. ഇത് ബിഗിനർ ആയതുകൊണ്ട് ചിലപ്പോൾ ഗോൾ അടിക്കാൻ ഈസിയായിരിക്കും. അവളുടെ കാലിൽ ബോൾ കിട്ടി. ജോൺസിന
ഒന്നാലും ജോൺസിനെ വെട്ടിക്കോളാം. നീ ജോൺസിനെ വെട്ടിക്കോ. ഹിസ് നെയിം ഇസ് ജോൺസീന. ചേടാ ബോൾ ഞാൻ അടിച്ച് തെറിപ്പിച്ചേ. ആ ഗോൾ കീപ്പർ ജോൺസീന. ഒറ്റരാൻ തകർക്കാൻ പറ്റിയില്ല, അതാ പ്രശ്നം. എടാടാ ഇവനെ തകർക്കാടാ. അങ്ങനെ വെച്ച് കളിക്കണോ? ജോൺസീന. ഹക്കീമിയെ ഞാൻ കറക്കി താഴിട്ടു. എൻസോ ഫെർണാണ്ടസ് കുബാർസിയെ ചെയ്ത പോലെ ഫ്രണ്ട് ഫ്ലിപ്പ്. അത്രേ ഉള്ളൂ. ഈസി ഗോൾ. His name is John Cena. അത്രേ ഉള്ളൂ. എന്തൊറ്റി? ഫ്രീ കിക്ക്. ജോൺ സീന. കുക്കുറേല. ഓടോടോ യമാലി ഓടു. സേവ് ചെയ്തു. 45 മിനിറ്റ്സ് ഹാഫ് ടൈം. ഫസ്റ്റ് ഗോളായിരുന്നു അടിച്ച്. സബാനില്ലേ? സബാൻ ഓടാം. താങ്ക്സ്. യമാലിനെ വിട്ടുകൊടുത്തു. നല്ല സേവ് ആയിരുന്നു കേട്ടോ. അവളുടെ കാര്യം നീക്കോ വില്യംസ്. യമാൽ. അടുത്ത സേവടാ. പെഡ്രി. യമാൽ. ഓടോ അടുത്ത സേവ്. എനിക്ക് ഭ്രാന്ത് പിടിക്കാളാ. അത്രേ ഉള്ളൂ. ഞാൻ എടാ എങ്ങോട്ട്? എന്താ അടിയാടാ. റഫറിൻ്റെ ഓറ മൈനസ്. കാരണം റഫറിൻ്റെ എന്തായിരുന്നു നന്മക ഞാൻ കയറ്റി. പിന്നെയും ഞാൻ പറഞ്ഞില്ല അവരുടെ കാലിൽ ബോൾ കിട്ടിയാൽ ഞാൻ ജോൺസിനെ അന്ന് ഇത്ര പ്രാവശ്യമാണ് ഞാൻ യമാലിനോട് അടിച്ചിടവനെ. സോറി, ഞാൻ FC മൊബൈലായിരുന്നു കളിച്ചോണ്ടിരുന്നത്. WWE അല്ല, സോറി റസ്ലിംഗ് അല്ല. അവനെ അടിച്ചിട്ട് അവനെ അടി. ഞാൻ റസ്ലിംഗ് അല്ല കളിക്കണേ. ഒരു നിമിഷം എൻ്റെ ലോകം വേറെ എവിടെയോ ആയിപ്പോയി. പക്ഷെ ഓഫ് സൈഡ് ആയിരുന്നോടാ, അല്ലെങ്കിൽ ആ പൊള്ളി ഗോളായേനെ. നല്ല ഗോളായിരുന്നു. അതിനായിരുന്നു ബൈസൈക്കിൾ എന്ന് പറയുന്നത്. ഇത് സിസർ കട്ടില്ലേ? നല്ല ഗോളായിരുന്നോടാ. ഓടാ. എന്നാ ഷോട്ടത്. നീക്കോ വില്യംസ് ബോള്. ടൈം വേസ്റ്റ് ചെയ്യാം. വേണ്ട, ഗോളടിച്ചേക്കാം. ഹെഡ്. ജസ്റ്റ് ഫുൾ ടൈം ആയി കളി. ഞാൻ ജയിച്ചേ. അപ്പോൾ 1-0 സ്പെയിൻ മൊറോക്കോനെ തോൽപ്പിച്ചു. ജോൺസിനെ കളിച്ചിട്ടോ. 5 പ്ലെയർ ഓഫ് ദ മാച്ച് യമാലിന് 5 passes 2 tackles. ഹൈദരാബാദുകൊണ്ട് ജയിച്ചു പോയി. അത് ആ ഗോൾ കാരണം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സ്പെയിനും ജർമ്മനി ജയിച്ചു. നെതർലാൻഡും ഇറ്റലിയിലും നെതർലാൻഡ് ജയിച്ചു. കൊളംബിയ ടർക്കിയോ കൊളംബിയ ജയിച്ചു.
കൊളംബിയയും ടർക്കിയാണെന്ന് തോന്നുന്നത്. എന്തായാലും കൊളംബിയ ജയിച്ചു. ഇനി അടുത്ത് സ്പെയിൻ വേഴ്സസ് ജർമ്മനി. ഇത് സെമി ഫൈനലാണ് കേട്ടോ തോന്നുന്നത്. ഇത് സെമി ഫൈനലാണ്. ആര് ജയിക്കും, ആര് തോക്കും, ആര് ജയിക്കും, ആര് തോക്കും? ഇതെന്താ വരാത്തേ? വാ. സ്പെയിനും ജർമ്മനിയും. അത് ജർമ്മനീൻ്റെ അത് ജർമ്മനീൻ്റെ ജേഴ്സിയോ? ഇത് പോയി ടാക്ലി ടാക്ലി ചെയ്തില്ല. ഹിസ് നെയിം ഈസ് ജോൺസി. ചേട്ടാ ജോൺസിനെ ഇറക്കാൻ പറ്റണില്ല. ജോൺസിനെ സബ്. എൻ്റെ അമ്മയുടെ കാലിൽ ബോൾ എത്തട്ടെ ആദ്യം. 6 മിനിറ്റിനുള്ളിൽ യമാലിൻ്റെ ഒരു ഗോള്. നൈസ് ഗോൾ. ഓക്കെ, അവളുടെ കാലിൽ ഓക്കെയാടാ. ഇപ്പം ജോൺസിനെ ഇറക്കാനായിട്ടുള്ള സമയമായി. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫായി. ജോൺസീന ഇപ്പോൾ ജോൺസിനെ ഞാൻ ഇനി ഒന്നോടെ അവളുടെ കാലിൽ ബോൾ എത്തുമ്പോൾ ഞാൻ ജോൺസിനെ ഇറക്കാൻ പോവാ. ബാഡ് ഷോട്ട് ജമാൽ, ബാഡ് ഷോട്ട്. ഞാൻ എൻ്റെ മോന്തിക്കിട്ട് ഇങ്ങോട്ട് ഒറ്റ അടി അടിച്ചു. യമാലിങ്ങനെ റീപ്ലേ കാണിച്ചില്ല. ഫസ്റ്റ് ടച്ച്. ഓയ ജബാൽ. ഗോൾ. അത് ഫുൾ ഇങ്ങനെ പാസ് വെച്ചിട്ടുള്ള അത് ടീം വർക്കാണ്. ജർമ്മനി തന്നെയാണോ? ആണോ? ഫസ്റ്റ് ടൈം. നൈസ് സേവ്. കോർണർ കിക്ക്. ഷൂട്ട്. നൈസ് ഷൂട്ട്. ഒന്നിനും കൊള്ളില്ലായിരുന്നു. ബോളെട് നീക്കോ വില്യംസ്. സോറി. അടുത്ത ഓഫ് സൈഡ്. ഈ കളിയിൽ രണ്ടാമത്തെ ഓഫ് സൈഡ് സ്പെയിനിൻ്റെ പക്കം. ഓഫ് സൈഡ് കിങ്. അടുത്ത സേവ്. ഹാഫ് ടൈം ആയടാ. നീ കളിച്ചോളാം. ഞാൻ 1/2 മണിക്കൂർ ഞാൻ തന്നെ കളിക്കില്ല. പോവും ബിക്കോസ് ഐ മീൻ noob. അവിടെ ഈ കളി ജയിച്ചാൽ നമ്മൾ ഫൈനലിലോട്ടേ കയറുള്ളൂ. അവിടെ കല്ല് ബോളെടുത്ത് ഈ കളിയിൽ ഞാൻ ഒരു 5-0 അവരെ തോപ്പിച്ചാലോ? തോപ്പിക്കാൻ പറ്റുമോ? അവിടെ ജർമ്മനീൻ്റെ കൂടെ വെച്ച് വലിയ കളി കേട്ടോ. മൊറോക്കോൻ്റെ കൂടെ ജസ്റ്റ് മിസ് ജയിച്ചു പോയതാ. ജോൺസീന. ഹിസ് നെയിം ഈസ് ജോൺ. ഈ ജോൺസിനെ ഇങ്ങനെ ഇറക്കാൻ പറ്റണില്ലെന്നേ. യമാൽ. ബോൾ ഡ്രോപ്പ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്ത് കയറി ഗോൾ കീപ്പർ. കുക്കുറയിലേനെ വെച്ചിട്ട് ഗോൾ അടിക്കാൻ വേണ്ടി നോക്കാളാ. കുക്കുറയിൽ അങ്ങനെ വെച്ച് കളിക്കണോ? അങ്ങനെ വെച്ച് മേച്ചി. നല്ല ഗോൾ ചെയ്യുന്നു കേട്ടത്.
നല്ല ഗോളായിരുന്നു കേട്ടോ. അത് നല്ല ഗോളായിരുന്നു, നല്ല ഗോളായിരുന്നു, നല്ല ഗോളായിരുന്നു, നല്ല ഗോളായിരുന്നു. ടാക്കിൾ 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 കാരണം ഞാൻ ജോൺസിനാ. ഫെറാൻ ടോറസ് വേൾഡ് കപ്പ് ഫൈനലിൽ പുള്ളിക്കാരൻ ഗോൾ അടിച്ചു, സ്പെയിൻ ജയിച്ചു. അടുത്ത ഗോളും പുള്ളിക്കാരൻ അടിച്ചു. പുള്ളിക്കാരൻ കളിച്ച 2 വേൾഡ് കപ്പിലും ഇപ്പോൾ ഗോൾ അടിച്ചു. അല്ലേ റിയൽ വേൾഡ് കപ്പ് അല്ല. ഓക്കെ, ഫെറാൻ ടോറസ്, ഫെർമിൻ, ഇതെന്ത് പേര്? അവൻ എന്നെ ടാക്കിൾ ചെയ്യണോ? ഞാൻ വെറും ജോൺസിന അടാടാ ഫുൾ ടൈം ആവാറായി. പെഡ്രി ആളെ ലാസ്റ്റ് മിനിറ്റിന് ഒരു ഗോള് 5-0 ജർമ്മനീനെ തോപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കളിയിരുന്നു. ഏതാ അങ്ങനെ ജയിച്ചു. പ്ലെയർ ഓഫ് ദ മാച്ച് യമാൽ. നൈസ്. ഇതുവരെയായിട്ട് കളിച്ച എല്ലാ കളിയിലും പുള്ളിക്കാരനായ യമാല എന്തായിരുന്നു അതിൻ്റെ പേര്? പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് തോന്നുന്നു. ഇതെന്തുവാ? ലെവലപ്പ് പാക്ക് എന്താ കിട്ടിയ? ടൂർണമെൻറ്റ് അൺലോക്ക് ജെംസ് മിഠായില്ല. ഓക്കെ, ഫൈനലിൽ സ്പെയിൻ വേഴ്സസ് നെതർലാൻഡ് കളിച്ചു തുടങ്ങാം. ദ വേൾഡ്സ് ഗെയിം ഫൈനൽ. പെനാൽറ്റി ഷൂട്ട് ഔട്ട് വരെ പോകണം. ഇല്ലെങ്കിൽ ഇത് മറ്റേ വേൾഡ് കപ്പ് ഫൈനൽ 2022 പോലെ 4-4, പിന്നെ പെനാൽറ്റി ഷൂട്ട് ഔട്ട്, പിന്നെ സ്പെയിൻ ജയിക്കണം. ഓക്കെ, എനിക്ക് സ്ക്വാഡിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്ക്വാഡുണ്ട്. ഓക്കെ. പിഡ്രി, നിക്കോ വില്യംസ്. അത് ഞാൻ ഷൂട്ട് അടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച, പക്ഷേ എന്തോ പാസ്സായിപ്പോയി. അടുത്ത സേവടാ. ബോളാണ് കോർണർ. ഷൂട്ട് ജസ്റ്റ് മിസ്. ഷൂട്ട്. അത്രയ്ക്ക് കുളില്ലായിരുന്നു. കുക്കുറേലിൻ്റെ ഹെഡ് ടാക്കിൾ കരു. കുക്കുറേല, ഓയതബാൽ, ലമിൻ യമാൽ ഷൂട്ടടിച്ചു, ഗോൾ കയറിയില്ല. സ്പെയിനെ കൊണ്ട് ജയിപ്പിക്കണം. ഈ കളി നമുക്ക് ഒരു വിധത്തിലും ഗോൾ അടിക്കാൻ പറ്റില്ല, പക്ഷെ ഗോൾ അടിച്ചു നമ്മൾ. അത് പറഞ്ഞേ ഉള്ളൂ. അതിന് മുമ്പേ സ്പെയിൻ ഗോൾ അടിച്ചു. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? എനിക്കൊന്നും നമ്മുടെ ഒരു ഒപ്പോണൻറ്റും ഇതുവരെയായിട്ട് നമ്മുടെ എതിരെ ഗോൾ അടിച്ചിട്ടില്ലെന്ന്. ഇതുവരെ ഒയസബാൽ ചുമ്മാ ടാക്കിൾ ചെയ്യുന്ന ബോൾ എടുത്തോണ്ട് പോകും. ഞാൻ ഗോൾ ഒയസബാലിന് വിട്ടുകൊടുത്തു. വേണ്ട, ഒയസബാൽ അത് യമാലിന് വിട്ടുകൊടുത്തു, പക്ഷെ ഗോൾ കയറിയില്ല. ഒയസബാലിന് ഗോൾ എടുക്കായിരുന്നു. വാൻഡൈക്ക്, ബാക്ക് ഹീല് പൊളി പാസ്. ഞാൻ നിക്കോ വില്യംസിന് പാസ് കൊടുത്തു. നിക്കോ വില്യംസ് ഷൂട്ട് അടിച്ചു, ഗോൾ കയറ്റി. നൈസ് ഗോൾ. നൈസ് സെലിബ്രേഷൻ.
ഹാഫ് ടൈം. ഓക്കെ, ഈ കളിയിലെ ഇപ്പോൾ തൊട്ട് ഈ കളിയിലെ കമൻട്രി ഞാനാണ്. ഓക്കെ, നെതർലാൻഡ്സിൻ്റെ ഗോൾ കീപ്പറിന് ബോൾ കിട്ടിയിരിക്കണു. അത് റോബർട്ടോ കാർലോസ് പോലെ ഷൂട്ട് അടിച്ച് കളഞ്ഞിരിക്കണു ഗോൾ കീപ്പർ. ആ ഗോൾ പക്ഷേ സ്പെയിൻ്റെ കാലിൽ ബോൾ കിട്ടിയിരിക്കുന്നു. സ്പെയിൻ പിന്നെ റോബർട്ടോ കാർലോസ് അടി. പിന്നെ എന്തോടെ എല്ലാവരും റോബർട്ടോ കാർലോസിൻ്റെ അടിയാണല്ലോ. റോബർട്ടോ കാർലോസ് അടുത്ത റോബർട്ടോ കാർലോസ്, ഫുൾ റോബർട്ടോ കാർലോസ് അടി. ഇനിയും ചിലപ്പോൾ ഉണ്ടാവും. വോളിബോൾ കളിക്കണ പോലെ അവന്മാർ കാല് വെച്ച് കളിക്കണം വോളിബോൾ. പിന്നെയും അടുത്ത അടി. ഗോൾ കീപ്പർ അത് പിടിച്ചിട്ടല്ലേ ഒന്നടി നമുക്ക് വോളിബോൾ കളിക്കാം കാല് വെച്ചിട്ട്. വോളിബോൾ കളിക്കി. വോളിബോൾ സൂപ്പറായിരുന്നു. ഓക്കെ, ഫെറാൻ ടോറസ് ഗോൾ അടിക്കാൻ വേണ്ടിയാണ് നോക്കണേ. ഫെറാൻ ടോറസ് ഷൂട്ട് അടിച്ചിരിക്കുകയാണ്. പക്ഷെ നെതർലാൻഡ്സിൻ്റെ ഗോൾ കീപ്പർ അത് എന്തായാലും എൻ്റെ പേര് സേവ് ചെയ്തിരിക്കണം. ഫെർമിനൽ എന്തോ ഒരു പ്ലെയർ. ഞാൻ ചുമ്മാ ഷൂട്ട് അടിച്ച് കളയാടാ. ഞാൻ ചുമ്മാ അടിച്ചല്ല. അവളുടെ കാലിൽ ബോൾ കിട്ടി. ജോൺസീന ടൈം ഓടോൺ. ജോൺസീന ഇറക്കിയതാ. ജോൺസീന എൻ്റെ ആ ഗോൾ കീപ്പറിനെ കൊണ്ടൊന്ന് ഗോൾ അടിച്ച് നോക്കണം എനിക്ക്. മാർക്ക് സ്കിൽ മൂവ്. ഗോൾ കീപ്പർ അവളുടെ ഹാഫ് വരെ ഓടിപ്പോയിടാ. ഇനിയൊരു ഗോൾ അടിച്ച സീനായിരിക്കും. ഈ ഗോൾ കീപ്പർ സീനാണ്. പെനാൾട്ടി. ജോൺസീന ഇറക്കി. ഞാൻ ലൈനിൻ്റെ പുറത്തുനിന്ന് അവന്മാരെ അടിച്ചു. ഫുൾ ടൈമായി. കളി നമ്മൾ ജയിച്ചു. സ്പെയിൻ ജയിച്ചു. സ്പെയിൻ പിന്നെയും ജയിച്ചൂടാ വേൾഡ് കപ്പ്. സ്പെയിൻ വേൾഡ് കപ്പ് ജയിച്ചൂടാ. ജയിച്ചു. എമാരെ വിളിക്കാൻ്റെ രണ്ടാമത്തെ വേൾഡ് കപ്പ് ജയിച്ചേ. ഫൈനലി 1 goal 2 passes. നീക്കോ വില്യംസ് തന്നെയാണ്. മറ്റെന്തായാലും അതിൻ്റെ പേര് പ്ലെയർ ഓഫ് ദ മാച്ച്. അങ്ങനെ വേൾഡ് കപ്പ് സ്പെയിൻ പിന്നെയും ജയിച്ചു. ഓക്കെ, ടോപ്പ് സ്കോറർ ഒയസബാൽ തന്നെയാണ്. അതിത് ഗോൾഡൻ ബൂട്ട് ഒയസബാൽ ജയിച്ചു. അതുവരെ അങ്ങനെ ഇവരെല്ലാവരും തോപ്പിച്ച സ്പെയിൻ ചാമ്പ്യൻ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ട് വരാം. പിന്നെ അടുത്ത വേൾഡ് കപ്പിൽ ഏത് ടീമാവണമെന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.